ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു അമേരിക്കൻ ആപ്പിൾ പൈൻ്റെതാണ്. ട്രഡീഷണൽ ആയിട്ട് എല്ലാ വർഷവും എൻ്റെ ഹസ്ബൻഡും മക്കളുമാണ് അത് ഉണ്ടാക്കാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനതിൽ കൈ കടത്താറില്ല. നമ്മൾ അന്ന് പറിച്ചുകൊണ്ടുവന്ന കൊട്ടക്കണക്കുള്ള ആപ്പിൾ എങ്ങനെയെങ്കിലും തീർക്കണ്ടേ. അതുകൊണ്ട് ഇന്ന് നമ്മൾ ആപ്പിൾ പൈ ഉണ്ടാക്കാൻ പോകുന്നത് 2 ആപ്പിൾ പൈ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇവിടെ 6 ആപ്പിൾ എടുത്തിട്ടുണ്ട്. 4 കോട്ട്ലൻഡും 2 ഗോൾഡൻ ഡെലിഷ്യസും, അതായത് 4 പുളിയൻ ആപ്പിളും 2 അതിന് ഓഫ്സെറ്റ് ചെയ്യാൻ 2 മധുരമുള്ള ആപ്പിളും. പിന്നെ ഈ ആപ്പിൾ പൈ ഉണ്ടാക്കുമ്പോൾ അത് 4 സ്റ്റെപ്സാണ് ആ പ്രോസസ്സിൽ. ഒന്ന് അതിൻ്റെ ബേസ് റെഡിയാക്കുക. ഇന്ന് നമ്മൾ എളുപ്പപ്പണിയാണ് ചെയ്യുന്നത്. പ്രീമെയ്ഡ് ബേസ് വാങ്ങിയിട്ടുണ്ട്, ആപ്പിൾ പൈൻ്റെ ക്രസ്റ്റ്. 2 അതിൻ്റെ മേലെ ഇടുന്നത്, അതായത് ഒന്നിക്കൽ നമുക്കൊരു തിൻ ഷീറ്റ് ഇടാം, അല്ലെങ്കിൽ ലാറ്റിസ് വർക്ക് ആയിട്ട് ഇടാം. അപ്പോൾ ഇന്ന് രണ്ടും ചെയ്യുന്നുണ്ട് നമ്മൾ, ഓരോ പൈയിൽ ഓരോന്നായിട്ട്. പിന്നെ ആപ്പിൾ റെഡിയാക്കുക. 4ാമത്തെ ഫൈനൽ സ്റ്റെപ്പ് അത് ബേക്ക് ചെയ്യുക. ഇന്ന് നമ്മൾ ആ പണികൾ പങ്കിട്ടിട്ടാണ് ചെയ്യാൻ പോകുന്നത്, ഞാനും കുട്ടികളും. അമ്മു പൊന്നു റെഡി അല്ലേ? പീൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ ഹാഫ് കട്ട് ചെയ്യാം. ഇത് കോർ ചെയ്യാനുള്ള ഒരു വിധമാണ്. കോറിയ മീൻസ് ഇതിൻ്റെ കോറിലുള്ള കുരുവും ഒക്കെ കളയുന്നത്. ഇത് എടുക്കരുത്, ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. തോലും കംപ്ലീറ്റ് കളയണം. പീൽ ചെയ്യുമ്പോൾ വിട്ടുപോയ തോല് മുറിച്ച് കളയാം. ഇനി നമ്മൾ തിന്നായിട്ട് സ്ലൈസ് ചെയ്യാം. കത്തി കൊണ്ട് സ്ലൈസ് ചെയ്യാം. നിങ്ങൾക്ക് വേറൊരു വിധം ഇത് സ്ലൈസ് ചെയ്യാനുള്ളത് കാണിച്ചു തരാം. കോറിയാനുള്ള വേറൊരു വിധവും കാണിച്ചു തരാം. ആദ്യം ഇതിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ കുത്തിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ട്വിസ്റ്റ് ചെയ്യണം. ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുറത്തേക്ക് എടുക്കുക. അപ്പോൾ ഇത് കണ്ട നീറ്റായിട്ട് ആപ്പിളിൻ്റെ ഉൾഭാഗം പുറത്തേക്ക് വന്നു. എന്നെ കാണിക്കുന്നില്ലേ? My God, so rude. Like, I'm sitting here, I got all pretty, got some lip liner on. She won't even show me. Okay, I don't know what to say. So ഞാൻ ഈ ആപ്പിളിനെ ഹാഫായി മുറിച്ചു. ഇനി ഒരു ഹാഫ് എടുത്തിട്ട് you're just gonna slide it down the slicer. I like to do it sideways because I think it's easier. You get nice thin slices. ആപ്പിൾ കട്ടിങ് അവിടെ തകൃതിയായി നടക്കുന്നുണ്ട്. ആ നേരം നമ്മളിവിടെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, ആപ്പിൾ കോട്ട് ചെയ്യാനുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റിലിടാം. അതിലുള്ള ബട്ടറും ലൈമും ഒഴിച്ച് ബാക്കിയൊക്കെയാണ് ഇത് മിക്സ് ചെയ്യാൻ പോകുന്നത്. ഒരു കാര്യം ഓർക്കുക, നമ്മളിവിടെ 2 പൈ ഉണ്ടാക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് ഇട്ടിരിക്കുന്ന എത്ര പൈനുള്ളതാന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്താക്കണം. അപ്പോൾ ഇത് ഓൾ പർപ്പസ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഷുഗർ നല്ലോണം മിക്സ് ചെയ്യുക. അതൊന്ന് മിക്സ് ആയിട്ടാകുമ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മുടെ സിനമൺ 2 ടീസ്പൂൺ, ഇത് ലെവൽ ചെയ്ത സ്പൂൺസാണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 1/2 ടീസ്പൂൺ ജിഞ്ചർ ആൻഡ് 1/2 ടീസ്പൂൺ നട്ട്മെഗ്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നല്ലോണം മിക്സ് ആയതിനു ശേഷം നമ്മളെ ബ്രൗൺ ഷുഗർ ഇതിലേക്കിട്ട് മിക്സ് ചെയ്യും. ബ്രൗൺ ഷുഗർ ലാസ്റ്റ് ഇടുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അതെപ്പോഴും കുറച്ച് മോയിസ്റ്റും ലംപി ആയിരിക്കും. അപ്പോൾ അത് ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ശരിക്കും മിക്സ് ആവില്ല. ഇത് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ കുറച്ച് ലംപി ആണെങ്കിലും കുഴപ്പമില്ല, കാരണം ഇത് ആപ്പിളിലേക്ക് ഇട്ട് കോട്ട് ചെയ്യുമ്പോൾ എന്തായാലും ലംപി ആവും ആപ്പിളിൻ്റെ മോയ്സ്ചർ കാരണം. നമ്മൾ ടോട്ടൽ 6 ആപ്പിളാണ് മുറിക്കാൻ പോകുന്നത്. ഇതിലിപ്പോൾ 3 ആപ്പിൾ ഉണ്ട്. അടിഭാഗത്ത് 2 കോട്ട്ലൻഡ് ആപ്പിളാണ്, അതാണ് കുറച്ചും കൂടി പുളിയുള്ളത്. പിന്നെ മേൽഭാഗത്ത് ഒരു റെഡ് ഡെലിഷ്യസ് ആപ്പിൾ. ഇനിയിപ്പോൾ നമ്മൾ ആദ്യം 2 കോട്ട്ലൻഡും ഒരു റെഡ് ഡെലിഷ്യസും വയ്ക്കും, ആ ഓർഡറിൽ. അത് പ്രോപ്പറായിട്ട് ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്ലേവേഴ്സ് നല്ലോണം മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മേൽഭാഗത്തിനുള്ള പൈ ക്രസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പൈ ക്രസ്റ്റാണ് ഉപയോഗിക്കുന്നത്. ഒരു സോഫ്റ്റ് പൈ ക്രസ്റ്റാണ്. അപ്പം അതിലത്തെ ഒരു ക്രസ്റ്റ് എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. പൊന്നു അതിനെ കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോൾ കാണിച്ചു തരും. നമ്മളൊരു ലാറ്റിസ് ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അത് ചെയ്യുന്നതിന് മുമ്പ് this dough is a little thick, so we're going to roll it out. But you also want to make sure that it's not too thin. So ഇത്ര thickness ആണ് വേണ്ടത്.
So, the pie crust like the bottom part of our pie crust I'm just gonna measure out just to make sure that we have enough. I press it down and it makes a mark. I'm gonna use this slicer, and it has 4 parts to it, so it'll make 4 pieces at a time, or 3 pieces at a time, which is nice. But you can also use a pizza cutter. But and I'm cake I'm lucky enough to have this. So you're just gonna press down and make long strips. So ഞാനൊരു പ്രാവശ്യം മുറിച്ച് കഴിഞ്ഞാൽ ഞാൻ ആ സ്ട്രിപ്സിനടുത്ത് ഇങ്ങോട്ട് വെക്കാൻ പോവാം. So I laid out the pieces I wanted going one way, and I took the lid of our pie crust, measure cheyan onnu koodi. You can see that there's some left off on either side, which is good to make sure that you do have enough. So I picked the width between each piece depending on the size of our pie. You can pick however far apart you want your pieces to be. I have 7 pieces going this way and 7 pieces going the other way. So you're gonna fold over every other piece of the dough. And it's good to start in the middle. And you're gonna take your longest strip and you're gonna put it down the middle. Make sure it's stuck on. And then you fold it over again. And now you do the alternating ones. The ones that you didn't flip over before. And you put those down. Our lattice design top crust ready, so we're gonna bring it over there. അപ്പോൾ നേരത്തെ നമ്മൾ സ്ലൈസ് ചെയ്ത ആപ്പിളിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ച് മിക്സ് ചെയ്യാൻ പോവുകയാണ്. കുറച്ച് ജെൻറ്റിലായിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഈ ബോളായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, പക്ഷെ അത് കുറച്ച് ഡീപ്പായതുകൊണ്ട് മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് ഈ ഷാലോ ആയ ബോളിലേക്ക് മാറ്റിയിടുകയാണ്. അപ്പോൾ നമ്മൾ ആപ്പിളെല്ലാം നമ്മൾ ഈ ഷാലോ ബോളിലേക്ക് മാറ്റി. ഇപ്പോൾ ബാക്കി മിക്സ്ചറും കൂടി കുറച്ച് കുറച്ചായിട്ട് അതേ ആപ്പിൾസിലേക്ക് വയ്ക്കണം. അത് കൈ കൊണ്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ആപ്പിളിനെ നമ്മൾ വളരെ ജെൻറ്റിലായിട്ട് ഹാൻഡിൽ ചെയ്യണം. മിക്സ്ചർ എല്ലാ ആപ്പിളിനെയും നല്ലോണം കോട്ട് ചെയ്തു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പിളിനെ പൈ ക്രസ്റ്റിലേക്ക് ഫില്ല് ചെയ്യാൻ തുടങ്ങാം. അപ്പം നമ്മൾ ആപ്പിൾ പീസസൊക്കെ കുറച്ചും കൂടി ചെറിയ ആയ കഷ്ണങ്ങളായതുകൊണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കുറച്ചും കൂടി കട്ടിയിലാണെന്ന് മുറിച്ചതെന്നാണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഓരോ കഷ്ണമായിട്ട് വെച്ചിട്ട് ലെയർ ചെയ്യാം നിങ്ങളെ ആപ്പിളിനെ. അപ്പം നേരത്തെ നമ്മൾ കാണിച്ച പോലെ ഈ പൈയിൽ നമ്മൾ ആപ്പിൾസ് വെറുതെ ഫില്ല് ചെയ്താണ്. കുറച്ചും കൂടി കുഞ്ഞി കഷ്ണങ്ങൾ, കുറച്ചും കൂടി തിന്നായ കഷ്ണങ്ങൾ. ഈ പൈയിൽ നമ്മൾ കുറച്ചും കൂടി കട്ടിയുള്ള കഷ്ണങ്ങളെ ലെയർ ചെയ്തിട്ട് വെച്ചതാണ്. ഇത് കുറച്ചും കൂടി സമയമെടുക്കും ഇങ്ങനെ ചെയ്യാൻ, പക്ഷെ ഭംഗി ഇതാണ്. ഇനി ലാറ്റസും മറ്റേ പൈ ക്രസ്റ്റും ടോപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവനിടാം. അതിനു മുമ്പേ ഓരോ പൈയിലും ഓരോ ടേബിൾ സ്പൂൺ ബട്ടർ 4 പീസായിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ഇടുകയാണ്. ബാക്കിയുള്ള കുറച്ച് പഞ്ചസാര നമ്മൾ അതിൽ സ്പ്രിങ്കിൾ ചെയ്യാണ്. ഓക്കെ, സോ നമ്മൾ ഈ കേക്ക് ലിഫ്റ്ററിനെ വെച്ചിട്ട് ഈ ലാറ്റസ് ഡിസൈനിനെ സ്കൂപ്പ് ചെയ്തിട്ട് ഈ പൈല വെച്ചിട്ടുണ്ട്. നമ്മൾ ഭംഗിയുള്ള പൈല വെച്ച് ആപ്പിൾ ലെയർ ചെയ്ത. ഇനി ഞാൻ എല്ലാം ഫിക്സ് ചെയ്തു, ഗ്യാപ്സിനെല്ലാം. ഇനി ഞാൻ ഈ പോട്ടിൽ പ്രസ് ചെയ്യാം to get rid of the excess dough. ഇതിൻ്റെ എഡ്ജസൊക്കെ ഷാർപ്പ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ വേഗം മുറിഞ്ഞു വരുന്നത്. ആ ടിൻ ഫോയിലിൻ്റെ ഈ റെഡിമെയ്ഡ് പൈ വാങ്ങുമ്പോൾ അതങ്ങനെ ഒരു ഗുണം കൂടിയുണ്ട്. ഇപ്പം റെഡി.
ഇനി ഈ പൈൻ്റെ മേലെ നമ്മൾ ഈ ക്രസ്റ്റ് വയ്ക്കുകയാണ്. ഇതിനെ നമ്മൾ വെറും റോൾ ഔട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഇതുപോലെ ഇതിൻ്റെ ഈ ഷാർപ്പ് എഡ്ജിൽ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്ട്രാ ഉള്ള ഈ ഡോ ഒക്കെ വരും. ഇപ്പോൾ കണ്ട ഈ എക്സ്ട്രാ ഡോ ഒക്കെ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ സൈഡ്സിൽ പ്രസ് ചെയ്യണം. ഈ ക്രസ്റ്റിൻ്റെ എഡ്ജ് അമർത്താൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോർക്ക് ഉപയോഗിക്കുകയാണ്. അപ്പോൾ ഇതിങ്ങനെ അതിൻ്റെ അറ്റത്ത് വെച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ മാർക്ക് വരും. അപ്പോൾ ഈ ക്രസ്റ്റ് കുറച്ചും കൂടി സ്റ്റേബിൾ ആവുകയും ചെയ്യും. ഇവിടെ നല്ലൊരു ഡിസൈനും വരും. ഈ ക്രസ്റ്റിൽ ഓട്ടയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ഒരു കത്തി വെച്ചിട്ട് നടുവിൽ കുറച്ച് ഓട്ട ഉണ്ടാക്കാൻ പോവുകയാണ്, സ്റ്റീം പോകാൻ വേണ്ടിയിട്ട്. പിന്നെ എന്താ ഇവിടെ ഇങ്ങനെ 3 നമ്മൾ ലാറ്റസ്റ്റ് ഡിസൈൻ പായൽ ഓൾറെഡി കുറേ ഓട്ടയുള്ളതുകൊണ്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ ഇങ്ങനത്തെ ക്രസ്റ്റിൽ ഇങ്ങനെ ചെയ്യുന്നതാണ് ബുദ്ധി. പായൽ നമ്മൾ ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പേ നമുക്ക് ഓപ്ഷണലായിട്ട് വേണമെങ്കിൽ ഒരു മുട്ട എടുത്ത് ഇതിനെ ഒന്ന് എഗ് വാഷ് ചെയ്യാം. ഓക്കെ, അത് നല്ല ക്രിസ്പി ബ്രൗൺ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് തികച്ചും ഓപ്ഷനാണ്. നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും പൈൻ്റെ സ്വാദിനൊന്നും ഡിഫറൻസ് ഉണ്ടാവില്ല, കളറിനും ടെക്സ്ചറിനും മാത്രമേ കുറച്ച് വ്യത്യാസം ഉണ്ടാവുള്ളൂ. ഇതൊരു മുട്ട എടുത്ത് ബീറ്റ് ചെയ്തിട്ട് ഞാനൊരു ബ്രഷ് കൊണ്ട് അതിൻ്റെ മേലെ അപ്ലൈ ചെയ്യണം. നിങ്ങൾ ഇന്നലെ നാരായണൻ പെയിൻറ്റ് ചെയ്യാൻ ഉപയോഗിച്ച ബ്രഷ് എടുത്തിട്ട് ഇത് ചെയ്യരുത്, അത് വളരെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിനു വേണ്ടി മാത്രം വെച്ചിരിക്കുന്ന ബ്രഷ് കൊണ്ടാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളെ പൈ അവനിൽ വെക്കാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഇതിനെ 2 ട്രേയിൽ അലുമിനിയം ഫോയിൽ കൊണ്ട് ലൈൻ ചെയ്ത് 2 ട്രേയിൽ വെക്കുന്നത്. കാരണം ഇപ്പം കുക്കാകുമ്പോൾ ഇന്ന് ചിലപ്പോൾ ആ സിറപ്പും ഒക്കെ ഡ്രിപ്പായിന്ന് വരും. അപ്പം അവൻ ക്ലീൻ ചെയ്യാനുള്ള പണി ഒഴിവാക്കാനാണ് ഇങ്ങനെ വെക്കുന്നത്. ഓക്കെ, നമ്മൾ അവനിവിടെ 375 ഡിഗ്രീസിൽ പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 2 പൈയും സൈഡ് ബൈ സൈഡായിട്ട് അവൻ്റെ നടുവിലുള്ള റാക്കിൽ ആണ് വെക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് ടൈമർ 35 മിനിറ്റ്സിൽ സെറ്റ് ചെയ്യും നമ്മൾ. ഇപ്പോൾ 35 മിനിറ്റ്സ് കഴിഞ്ഞു. നമ്മൾ അവനിപ്പം ബീപ്പ് ചെയ്യുന്നുണ്ട്. പയ്യൻ്റെ 2 ട്രേ എടുത്ത് നമുക്ക് പുറത്ത് വെക്കാം. എന്നിട്ട് അവൻ ഓഫ് ചെയ്യാം. നമുക്കിതിൽ കാണാം നമ്മളെ പൈ നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. നൈസ് ആൻഡ് ബ്രൗൺ ക്രസ്റ്റ്, നല്ല ബബ്ലി ആയിട്ട്. ഇതിപ്പം വളരെ സോഫ്റ്റും സോഗി ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് നേരം ഇതിൽ വെച്ച് കൂൾ ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തിട്ട് പ്രോപ്പർ കൂളിങ്ങിന് ഓരോ വയർ റാക്കിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അടിപൊളി സാധനമാണ്. ഇനി ആ ആപ്പിൾ തീരുന്നവരെ നമുക്ക് ഇത് തന്നെ പണി.